CC-യെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ 1-2 പേര് പറഞ്ഞിട്ട് ഓൺലൈനായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ബോണ്ടിങ്ങും കുറവൊന്നും ബോണ്ടിങ് അത്രത്തോളം ബോണ്ടിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ ഞാൻ വൈകിട്ട് കളിക്കാൻ പോകുന്ന അണ്ണന്മാരെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെയാണ് എനിക്ക് അൽവിൻ സാർ ആയാലും ബാക്കിയുള്ളവരായാലും എല്ലാം എൻ്റെ കൂടെ ഇന്ന് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇവരൊക്കെ എനിക്ക് ഓൺലൈനിലാണ് ക്ലാസ് എടുത്ത് തന്നതെന്നോ. ഇത് എനിക്ക് ഒരിക്കലും അങ്ങ് അത്രയും അവിടെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് വേറെ ഏതോ ഒരു വേൾഡിൽ എത്തിപ്പെട്ട പോലല്ല. ഞാൻ അവിടെ അന്ന് രാവിലെ എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ അന്ന് ആ ഒരു ദിവസം മൊത്തം ഫീൽ ചെയ്തത്. ആ രീതിയിൽ എൻ്റെ കൂടെ ഇവിടുത്തെ ഓരോ ആളുകളും, സുബിതയൊക്കെ അറിയാം, എന്ത് കാര്യത്തിനും അത് ഞാൻ ഏത് രാത്രിയിൽ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഫെമിന മിസ് ആയിക്കോട്ടെ, ഇവർ 3 പേരും എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തു തന്നു. ബാക്കി എല്ലാവരും ഒന്നും അങ്ങനെ പേരെടുത്ത് പറയാൻ അറിയില്ല. സോ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അപർണ. ടീച്ചർ ആവുക എന്നത് എൻ്റെ ഒരു സ്കൂൾ തൊട്ടുള്ളൊരു സ്വപ്നമായിരുന്നു. ഇപ്പം ഞാൻ തലയോലപ്പറമ്പിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ PG ടൈമിൽ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇതൊന്നും പഠിക്കേണ്ട കാര്യമേ ഇല്ല, എനിക്ക് എന്തായാലും കിട്ടുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറ്റിയൊരു വലിയ തെറ്റ്. അപ്പം അതൊക്കെ എക്കണോമിക്സ് അവർ വേറെ ലെവൽ ആയി, ഭയങ്കര ടഫായി ക്വസ്റ്റ്യൻസ്, കൂടുതലും എക്കണോമെട്രിക് സൈഡിൽ നിന്നൊക്കെ ആയി. അപ്പം എൻ്റെ തെറ്റ് എനിക്ക് പതുക്കെ മനസ്സിലായി, എനിക്ക് കിട്ടില്ല കോച്ചിങ് ഇല്ലാതെ എന്നൊരു തോന്നൽ വന്നേ പിന്നെയാണ് ഞാൻ കോച്ചിങ് സെൻറ്റേഴ്സ് നോക്കി തുടങ്ങി. ജനറൽ പേപ്പറിൽ ഞാൻ നല്ല വീക്കാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനും കൂടെ വേണ്ടി ഞാൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് CC-യിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ CC-യിലൊരു 60 days ഇതായിരുന്നു. അതിലും ഞാൻ ലേറ്റായിട്ട് തന്നെയാണ് ചേർന്നത്. ഡിസംബറിൽ എക്സാമിന് എനിക്ക് PhD അഡ്മിഷനാണ് കിട്ടിയത്. 4 മാർക്കിൽ നെറ്റും പോയി. അപ്പോൾ ഈ ഒരു ജൂണിലെ എക്സാമിലെങ്കിലും എനിക്ക് ക്രാക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ CC തന്നെ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ മിസ്റ്റേക്സൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഞാൻ എന്തായാലും ശ്രമിക്കും. എനിക്ക് മാത്സിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഒറ്റ സ്റ്റെപ്പിൽ നമ്മുടെ സ്പീഡൊക്കെ ആണെങ്കിലും അതുപോലത്തെ കാര്യങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക എന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്തതിൽ ഞാൻ ഇവരുടെ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഹലോ ഓൾ, എൻ്റെ പേര് മുഹ്സിന. ഞാൻ ഇപ്രാവശ്യം കൊമേഴ്സിലാണ് നെറ്റ് ക്രാക്ക് ചെയ്തത്. ആക്ച്വലി എൻ്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നത്. വാസ്റ്റായിട്ട് പഠിക്കാതെ ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ഉള്ളൊരു കോച്ചിങ് എടുത്താൽ മാത്രമേ നെറ്റ് പോലുള്ളൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓൾറെഡി ഞാൻ CC-യുടെ ഒരുപാട് ഫ്രീ റിസോഴ്സ് ഒരുപാട് കാണലുണ്ട് യൂട്യൂബിൽ. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ജനറൽ പേപ്പർ എടുക്കായിരുന്നു മിത്തു മിസ്സിൻ്റെ ക്ലാസ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പോലെ നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള, എനിക്ക് മാത്സ് കമ്പാരിറ്റീവ്ലി ടഫായിരുന്നു. മിസ്സിൻ്റെ ക്ലാസ്സും ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. കോച്ചിങ് എനിക്ക് തോന്നുന്നു 90 days കോച്ചിങ് ആയിരുന്നു എടുത്തിരുന്നത്. കുറച്ച് ലേറ്റായിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. എന്നാലും ഈ പ്രാവശ്യമെങ്കിലും നെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു ഒരു കോച്ചിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. കൂടുതലായിട്ടും പിന്നെ ഒന്നും നോക്കിയില്ല, CC-യിൽ ജോയിൻ ചെയ്തു. CC-യുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് വാസ്റ്റായിട്ട് മെറ്റീരിയൽ നോക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ആ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു CC പ്രൊവൈഡ് ചെയ്തത്. ഞാൻ പല ആൾക്കാർക്കും, എൻ്റെ ഫ്രണ്ട്സിനെ കുറേ പേര് കിട്ടിയില്ല, എനിക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരും പല കോച്ചിങ് സെൻറ്ററിലും ചേർന്നിരുന്നത്. അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് CC ആയിരുന്നു. ഡെഫിനറ്റ്ലി എൻ്റെ മെറ്റീരിയൽസ് തന്നെയായിരുന്നു. പിന്നെ ആപ്പിലൂടെ ആണെങ്കിലും ലൈവ് ക്ലാസ് മെയിനായിട്ട് ഞാൻ റെക്കോർഡഡ് മെയിനായിട്ടും ലൈവ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കിയത്. കാരണം ഒരു റെക്കോർഡഡ് ആകുമ്പോൾ നമ്മൾ ലൈവ് ആകുമ്പോൾ കറക്റ്റ് ചെയ്ത് നോക്കും. പിന്നെ റെക്കോർഡ് ആകുമ്പോൾ ഒരുപാട് പെൻഡിങ്. എനിക്ക് കുറേ അങ്ങനെ അനുഭവമുണ്ട്. കുറേ റെക്കോർഡിങ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലൈവ് അറ്റൻഡ് ചെയ്താൽ ഓക്കെ ആണ്. ആ ഒരു കൺസെപ്റ്റ് ഷോർട്ട് നോട്ട്സ് ആക്കിയാലും നമുക്കത് കിട്ടും. പിന്നെ ഒരു റെക്കോർഡഡ് എന്നുള്ള പിന്നെ അങ്ങോട്ട് മാറ്റി വെക്കാറില്ല. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് മാക്സിമം ലൈവ് നോക്കും. നല്ല ആപ്പിലും നല്ല ക്ലാസ്സസ് ആണ്. പിന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ജനറൽ പേപ്പേഴ്സിൻ്റെ ആയാലും കൊമേഴ്സിൻ്റെ ആയാലും നല്ല മെൻറ്റേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യാമെന്നുള്ളൂ CC. ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു സേ താങ്ക് യു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ദിസ് മൈ 7th അറ്റംപ്റ്റ് ആക്ച്വലി. പക്ഷേ എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 125 ഡേയ്സിൻ്റെ ഒരു ഷെഡ്യൂൾ തന്നിരുന്നു. അതാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് ആക്ച്വലി. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല. യു നീഡ് റിസൾട്ട്, പക്ഷെ എന്നിരുന്നാലും അത് നമ്മളെ മേലെ ഇമ്പോസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വേണം ഇത്ര റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള മാത്സ് പോലും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ മാം വിത്തൗട്ട് എനി റിലക്റ്റൻസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ
ഇറ്റ് ഈസ് കംഫർട്ടബിൾ. കാരണം ഒരുപാട് നോളേജ് നമുക്ക് അത്ര കംഫർട്ടബിളായിട്ട് ലൈക്ക് എ കിഡ് ഇങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവരാം. ഒരിക്കലും നമ്മളോട് ഞങ്ങൾ ഇത്ര റിസൾട്ട് ഉണ്ട് ഞങ്ങൾക്കിത് വേണം എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ പോലും നിങ്ങൾ എന്താ പഠിക്കുക, നോളേജ് അങ്ങനെ നമുക്ക് ഇമ്പാർട്ട് ചെയ്യാന്നല്ലാതെ നമ്മളോട് റിസൾട്ടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടില്ല ഒരു എനി ഓഫ് ദി ടീച്ചേഴ്സ്. ഏത് സമയം അതൊരു മിഡ് നൈറ്റ് ആയാൽ പോലും എന്ത് ഡൗട്ട്സ് ആയാലും മാം അപ്പോൾ പറയും. ഇപ്പം ക്ലാസ്സിൻ്റെ ഇടയിലായാലും ഒരുപാട് ഡിസ്കഷൻസ് വരുമ്പോഴൊക്കെ മാം എപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളെ ക്ലാസ് എടുക്കും പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഷിബിൻ സർ, ആൽഫിൻ സർ, കുറച്ച് നമ്മളൊന്ന് ഡിറ്റർമിനേഷനോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ ഇതേപോലെ നമ്മളെ തന്നെ ഇങ്ങനെ ദൈവം കാണിക്കും ഓരോരോ എവിടെ ചൂസ് ചെയ്യണം, ഏതാണ് വേണ്ടതെന്ന്. അങ്ങനെ എനിക്ക് കണ്ടെത്തി CC. അതിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആവാൻ പറ്റി. 7th അറ്റംപ്റ്റിലാണ് ഫൈനലി ഐ റീച്ച് ദെയർ.